ദശകം 80 സ്യമന്തകം. സത്രാജിതസ്ത്വമതലുബ്ധവദർക്കലബ്ധം ദിവ്യം സ്യമന്തകമണിം ഭഗവന്നയാജീ തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യാത്മജാം ത്വയിരതാം ചലതോ വിവോഢും. സത്രാജിതഃ ത്വം അഥ ലുബ്ധവദ് അർക്കലബ്ധം ദിവ്യം സ്യമന്തകമണിം ഭഗവൻ അയാജീഹി തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യ ആത്മജാം ത്വയിരതാം ഛലതഃ വിവോഢും. സത്രാജിതഃ ത്വം അഥ ലുബ്ധവദ് അർക്കലബ്ധം ദിവ്യം സ്യമന്തകമണിം ഭഗവൻ അയാജീഹി. സത്രാജിത് എന്നു പേരായ രാജാവ് അദ്ദേഹത്തിന് അർക്കലബ്ധം സൂര്യദേവനെ പ്രസാദിപ്പിച്ച് സൂര്യദേവനിൽ നിന്ന് ലഭിച്ചതായ ഒരു ദിവ്യമായ സ്യമന്തകം എന്ന മണി രത്നം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ശ്രീകൃഷ്ണ ഭഗവാൻ ചെന്നിട്ട് ഒരു പിശുക്കനെ പോലെ ആ സ്യമന്തകമണി യാചിച്ചു. അത് ഇപ്രകാരം ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു മണി ഇരിക്കേണ്ടത് അങ്ങയുടെ അടുത്തല്ല, അത് രാജാവിൻ്റെ അടുത്താണ് ഇരിക്കേണ്ടത്. ശൂരസേന മഹാരാജാവ് ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ഇത് അങ്ങയോട് പറയുന്നത് എന്നെല്ലാം പറഞ്ഞു. എന്തായാലും അത് ഭഗവാൻ ഒരു അപവാദം തന്നെയായി തീർന്നു എന്നാണ് ഭാഗവതം പറയുന്നത്. ഇവിടെ മേൽപ്പത്തൂർ അതിനൊരു കാരണം കണ്ടെത്തുന്നതും വളരെ വിചിത്രമാണ്. അദ്ദേഹം പറയുന്നത് തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം. എന്തുകൊണ്ടായിരിക്കാം ഭഗവാൻ ചെന്ന് ഈ സ്യമന്തകമണി സത്രാജിത്തിനോട് യാചിച്ചത് എന്നതിന് അതിൻ്റെ കാരണമായിട്ട് പല കാരണങ്ങൾ തോന്നുന്നതിൽ ഒന്ന്, എനിക്ക് തസ്യാത്മജാം ത്വയിരതാം ഛലതഃ വിവോഢും. ആ സത്രാജിത്തിൻ്റെ മകളായിരിക്കുന്ന സത്യഭാമയെ ഛലതഃ വിവോഢും സൂത്രത്തിൽ വിവാഹം ചെയ്യാനുള്ള ഒരു ഉപായമായിരുന്നോ ഭഗവാനെ അത് എന്നാണ് മേൽപ്പത്തൂർ ഒരു ചോദ്യം അങ്ങോട്ട് മുൻപിലിരിക്കുന്ന ഗുരുവായൂരപ്പനോട് തൊടുത്തു വിടുന്നത്. വാസ്തവത്തിൽ ഭഗവാന്റെ ഈ 16,108 പത്നിമാരിൽ ആരെയും ഭഗവാൻ അങ്ങോട്ട് ചെന്ന് എന്നെ വിവാഹം കഴിക്കണം എന്ന് ആവശ്യപ്പെട്ടതല്ല. എല്ലാവരും ഭഗവാനിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി വളരെയധികം വ്രതങ്ങളും യാതനകളും ഒക്കെ അനുഭവിച്ചവരായിരുന്നു എന്ന് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ മേൽപ്പത്തൂർ തൻ്റെ ഭക്തിയുടെ സാങ്കത്യം കുറച്ചുകൂടി ദൃഢീകരിക്കുന്നതിനായിക്കൊണ്ട് ഭഗവാനോട് തമാശയായിട്ട് ചോദിക്കുന്നതാവാം, അങ്ങ് സത്യഭാമയെ വിവാഹം ചെയ്യുന്നതിന് വേണ്ടി ഒരു തരികിട ഒപ്പിച്ചതല്ലേ ഇത് എന്നുള്ള ഒരു ചോദ്യം. എന്തായാലും ഈ ഒരു ചോദ്യം ശ്രീകൃഷ്ണ ഭഗവാന് എന്തെന്നില്ലാത്ത പേരുദോഷമുണ്ടാക്കി എന്ന് പിന്നീട് വരുന്ന കഥകൾ നമുക്ക് പറഞ്ഞു തരും. ഒരിക്കൽ നമ്മൾ ഒരു കാര്യം ഒരാളോട് യാചിച്ചു കഴിഞ്ഞാൽ അത് അയാൾ തരാൻ തയ്യാറായില്ല എങ്കിൽ പിന്നീട് നമുക്കൊരവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് മോഷ്ടിക്കുവാനും നമുക്ക് മടിയുണ്ടാവില്ല എന്നെല്ലാം വരെ ആളുകൾ പറഞ്ഞു വരുത്തി. വാസ്തവവും അതുതന്നെയാണ്. സാധാരണ മനുഷ്യർ മറ്റൊരാളോട് അയാളുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം ചോദിച്ചിട്ട് അത് തന്നില്ല എങ്കിൽ ഒരവസരം വന്നാൽ അത് കട്ടെടുക്കാനും നമ്മൾ മടിക്കാറില്ല എന്നത് മാനുഷികമായ ഒരു സ്വഭാവം തന്നെയാണ്. എന്നാൽ ഇതേ സ്വഭാവം വെച്ച് ശ്രീകൃഷ്ണ ഭഗവാനെയും കൂടി ആളുകൾ അളക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അതിൽ നിന്ന് ഭഗവാന് എന്തെന്നില്ലാത്ത പേരുദോഷമുണ്ടായി എന്നെല്ലാം വന്നപ്പോൾ ആ പേരുദോഷം മാറ്റുവാനായിട്ടും ഭഗവാൻ തന്നെ ഇറങ്ങേണ്ടതായി വന്നു എന്നും കൂടി നമുക്ക് ഈ കഥ പറഞ്ഞു തരുന്നുണ്ട്. സത്രാജിതസ്ത്വമതലുബ്ധവദർക്കലബ്ധം ദിവ്യം സ്യമന്തകമണിം ഭഗവന്നയാജീ തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യാത്മജാം ത്വയിരതാം ഛലതോ വിവോഢും. അദത്തം തം തുഭ്യം മണിവരമനേനാൽപമനസാ പ്രസേനസ്തദ്ഭ്രാതാ ഗളഭുവഹൻ പ്രാപമൃഗയാം അഹന്നേനം സിംഹോ മണിമഹസി മാംസഭ്രമവശാത് കപീന്ദ്രസ്തം ഹത്വാ മണിമഭിജപാലായ ദദിവാൻ.
അദത്തം തം തുഭ്യം മണിവരം അനേന അല്പമനസാ പ്രസേനഃ തദ്ഭ്രാത ഗളഭൂവഹൻ പ്രാപ മൃഗയാം അഹൻ ഏനം സിംഹഃ മണിമഹസി മാംസഭ്രമവശാത് കപീന്ദ്രഃ തം ഹത്വാ മണിം അപി ച ബാലായ ദദിവാൻ. അദത്തം തം തുഭ്യം മണിവരം അനേന അല്പമനസ. അനേന ഈ സത്രാജിത്തിനാൽ, അല്പമനസ പിശുക്കനായിരിക്കുന്ന ഈ സത്രാജിത്താവട്ടെ, തം മണിവരം അദത്തം തുഭ്യം ആ ശ്രേഷ്ഠമായ സ്യമന്തകമണിയെ ശ്രീകൃഷ്ണ ഭഗവാന് നൽകിയില്ല സത്രാജിത്ത്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ പ്രസേനഃ തദ്ഭ്രാത ഗളഭുവഹൻ, ഒരിക്കൽ ആ സത്രാജിത്തിൻ്റെ സഹോദരനായിരിക്കുന്ന പ്രസേനൻ ഈ സ്യമന്തക രത്നത്തെ കഴുത്തിൽ ഇട്ടുകൊണ്ട് പ്രാപ മൃഗയാം നായാട്ടിനായിട്ട് കാട്ടിലേക്ക് പോയി. അഹൻ ഏനം സിംഹ, അവിടെ ഒരു സിംഹം ഈ പ്രസേനനെ കൊന്നു. മണിമഹസി മാംസഭ്രമവശാത്, ഈ മണിയുടെ തിളക്കം കണ്ടപ്പോൾ സിംഹത്തിന് തോന്നി ഇത് കഴിക്കാൻ പറ്റുന്ന മാംസമായിരിക്കും എന്ന് കരുതി ആ മണിയെ ലഭിക്കുന്നതിനായിക്കൊണ്ട് ഈ പ്രസേനനെ തന്നെ സിംഹം വധിച്ചു. അത് കഴിഞ്ഞ് കപീന്ദ്രഃ തം ഹത്വാ, ജാംബവാൻ എന്ന് പറയുന്ന വാനര ശ്രേഷ്ഠൻ ഈ സിംഹത്തെ കൊന്നിട്ട് മണിം അപി ച ബാലായ ദദിവാൻ, ജാംബവാൻ ഈ സിംഹത്തെ കൊന്നിട്ട് ഈ മണി വീണ്ടെടുത്ത് തൻ്റെ കുട്ടിക്ക് കളിക്കാനായിട്ട് കൊടുത്തു. ശ്രീകൃഷ്ണ ഭഗവാൻ സത്രാജിത്തിനോട് സ്യമന്തകമണി യാചിച്ചു എന്നതവിടെ നിൽക്കട്ടെ, ഭഗവാനായിക്കൊണ്ട് ആ സത്രാജിത്ത് സമർപ്പിച്ചില്ല എന്നത് മറ്റൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് ഈ സ്യമന്തക രത്നവും കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരനായ പ്രസേനൻ കാട്ടിലേക്ക് നായാട്ടിനായിപ്പോയി. കഴുത്തിൽ കിടന്ന് തിളങ്ങുന്ന ഈ സ്യമന്തകരത്നം കണ്ടപ്പോൾ ഒരു സിംഹത്തിന് തോന്നി ഇത് കഴിക്കാനുള്ള എന്തോ മാംസത്തിൻ്റെ കഷണമാണ് എന്ന് കരുതിയിട്ട് ചാടി പ്രസേനൻ്റെ നെഞ്ചിൽ വീണു സിംഹം. ആ പ്രസേനനെ വധിച്ചിട്ട് സ്യമന്തകരത്നവും എടുത്തുകൊണ്ട് പോകുന്ന വഴിക്കാണ് ജാംബവാൻ എന്നുള്ള വാനര ശ്രേഷ്ഠനുമായിട്ട് ഈ സിംഹം കണ്ടുമുട്ടുന്നതും ആ ജാംബവാൻ സിംഹത്തെ വധിച്ചുകൊണ്ട് ഈ സ്യമന്തകരത്നം കൈക്കലാക്കി അത് വീട്ടിൽ കൊണ്ടുചെന്ന് എന്ത് ചെയ്യണമെന്നറിയാൻ തിരിച്ചും മറിച്ചും നോക്കിയിട്ടത് കുട്ടിക്ക് കളിക്കാനായിട്ട് ഇട്ടുകൊടുത്തു. ഇവിടെ ഭഗവാൻ യാചിച്ച ഒരു വസ്തു അത് നൽകാനായിട്ട് സത്രാജിത്ത് സന്മനസ് കാണിച്ചില്ല. അതിനെ ഒരു പരിഹാരമായിട്ട് അല്ലെങ്കിൽ അതിനെ ഒരു ശിക്ഷയായിട്ട് തന്നെ ആ സ്യമന്തക രത്നം മൂലം തൻ്റെ സഹോദരനെ നഷ്ടപ്പെടുകയാണ് സത്രാജിത്തിന് ഉണ്ടായ അനുഭവം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു വസ്തുക്കളും നമ്മൾ ഭഗവാനായി കൊണ്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ബാക്കി നമ്മളുടെ കയ്യിലുള്ളതെല്ലാം നമുക്ക് അനുഭവയോഗ്യമായി തീരും. പൂർണ്ണമായും അത് നമുക്ക് തന്നെ അനുഭവിക്കണം എന്നാണ് ചിന്ത വരുന്നതെങ്കിൽ നിശ്ചയമായും ഏതെങ്കിലും പ്രകാരത്തിൽ അതെല്ലാം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കഥ കേട്ടതാണ് ഗുരുവായൂർ നടന്നത്. എന്നും ഭഗവാന് സമർപ്പിക്കുന്ന പഴങ്ങൾ കുറച്ച് മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് കുട്ടികൾ അവിടെ മാറിയിരുന്ന് ഭക്ഷിക്കുക പതിവായിരുന്നു. പക്ഷേ ഇവരെപ്പോഴും ഭക്ഷിക്കുമ്പോൾ ഒരെണ്ണം അതിൽ നിന്ന് ഗുരുവായൂരപ്പനായിട്ട് നീക്കി വയ്ക്കാറുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഒരു ദിവസം അതിൻ്റെ കാവൽക്കാർ വന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടികളിൽ നിന്ന് ഈ പഴം എല്ലാം
കഴിച്ചതിൻ്റെ അവശിഷ്ടം വീണ്ടെടുത്തു. പക്ഷേ ഒരു പഴത്തിൻ്റെത് മാത്രം അവർക്ക് കിട്ടാതെ വന്നപ്പോൾ അത് കൂടെ ഉണ്ടായിരുന്ന കുട്ടി ഗുരുവായൂരപ്പൻ തന്നെയായിരുന്നു എന്ന് അവർക്ക് ബോധ്യമായി. കാരണം എന്നും അവർ മോഷ്ടിച്ച മുതലായിരുന്നെങ്കിലും ആ കുട്ടികൾ ഭഗവാനായിക്കൊണ്ട് സമർപ്പിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതെല്ലാം ഭഗവാന്റെ തന്നെ വസ്തുക്കളാണ്. അത് കുറച്ച് നമുക്ക് ഉപയോഗിക്കാം, ബാക്കി കുറച്ചെങ്കിലും ഭഗവാനായിട്ട് തിരികെ സമർപ്പിക്കണം എന്നുള്ളൊരു ബോധം കൂടി നമുക്കിവിടെ ഉപദേശിച്ചു തരികയാണ് ഈ കഥാകോളത്തിലൂടെ ഭാഗവതം. അദത്തം തം തുഭ്യം മണിവരമനേനാൽപമനസാ പ്രസേനസ്തദ്ഭ്രാത ഗളഭുവഹൻ പ്രാപമൃഗയാം അഹന്നേനം സിംഹോ മണിമഹസി മാംസഭ്രമവശാത് കപീന്ദ്രസ്തം ഹത്വാ മണിമഭിജബാലായ ദദിവാൻ ശശംസു സത്രാജിത് ഗിരമനുജനാസ്ത്വാം മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണിക തതഃ സർവജ്ഞോപി സ്വജനസഹിതോ മാർഗണപര പ്രസേനം തം ദൃഷ്ട്വാ ഹരിമഭിഗതോ ഭൂകവിഗുഹം ശശംസു സത്രാജിത് ഗിരം അനുജനാഃ ത്വാം മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണിക തതഃ സർവജ്ഞഃ അപി സ്വജനസഹിതഃ മാർഗണപരഃ പ്രസേനം തം ദൃഷ്ട്വാ ഹരിം അഭി ഗതഃ അബൂഃ കപിഗുഹാം ശശംസു സത്രാജിത് ഗിരം അനുജനാഃ. ഈ സത്രാജിത്തിൻ്റെ ഗിരം വാക്കുകളെ കേട്ടിട്ട് അതിനെ അനുസരിച്ച് ജനാഹ ലോകരെല്ലാം ശശംസു പറഞ്ഞു വരുത്തി. എന്താ പറഞ്ഞു വരുത്തിയത്? ത്വാം മണിഹരം, ഗുരുവായൂരപ്പ അങ്ങ് സ്യമന്തകം മോഷ്ടിച്ചവനാണെന്ന് ആ സത്രാജിത്തിൻ്റെ വാക്കുകളെ കേട്ട് എല്ലാവരും പറഞ്ഞു വരുത്തി. ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണിക. ഗുണിനാം നല്ല ആളുകൾക്ക് ഉണ്ടാകുന്ന ദോഷകണിക, ചെറിയൊരു ദോഷം പോലും ജനാനാം പീയൂഷം ഭവതി, എല്ലാവർക്കും അത് സന്തോഷത്തോട് പങ്കുവയ്ക്കുവാനുള്ള ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ്. ഏറ്റവും നല്ല ആളുകളെക്കുറിച്ച് മോശമായ രീതിയിൽ സംസാരിക്കുക എന്നുള്ളത് ആളുകളുടെ ഒരു രസമാണ്. തതഃ സർവജ്ഞഃ അപി, അനന്തരം ഭഗവാൻ സർവജ്ഞനാണ് എന്നിരിക്കലും സ്വജനസഹിത തൻ്റെ ആളുകളോടുകൂടി മാർഗണപരഹ അന്വേഷിക്കാനായിട്ട് പോയപ്പോൾ പ്രസേനം തം ദൃഷ്ട്വാ ഹരിമഭി, അന്വേഷിച്ച് പോകുന്ന വഴിക്ക് പ്രസേനനെ കണ്ടു, പ്രസേനൻ്റെ മൃതശരീരം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഹരിമഭി, പ്രസേനനെ കൊന്ന സിംഹത്തെ കണ്ടു. അത് കഴിഞ്ഞിട്ട് സിംഹത്തെ കൊന്ന ആ ഗദഃ അബൂഹു കപിഗുഹാം, ആ ജാമ്പവാൻ്റെ അല്ലെങ്കിൽ വാനരശ്രേഷ്ഠൻ്റെ ഗുഹയിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ സത്രാജിത്തിൻ്റെ വാക്കുകളെ കേട്ട് എല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാൻ സ്യമന്തകം മോഷ്ടിച്ചു എന്ന് നാടാകെ പറഞ്ഞു വരുത്തി. അത് കേട്ടവർ നല്ല ആളുകൾക്കുണ്ടാകുന്ന ചെറിയൊരു ദോഷം പോലും വളരെ ഉത്സാഹത്തോടുകൂടി ജനങ്ങളെല്ലാം പറഞ്ഞു പരത്തും എന്നുള്ള ആ നിയമമനുസരിച്ച് നാട്ടിൽ മുഴുവൻ പാട്ടായി. ഇതെല്ലാം അറിഞ്ഞ ഭഗവാൻ മറ്റുള്ളവരുടെ മുൻപിലുള്ള തൻ്റെ പേരുദോഷത്തെ നീക്കം ചെയ്യുന്നതിനായിട്ട് ആ സ്യമന്തക മണി അന്വേഷിച്ച് പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് സത്രാജിത്തിൻ്റെ സഹോദരനായ പ്രസേനൻ മരിച്ചു കിടക്കുന്നതും, കുറച്ചുകൂടി ദൂരെ സിംഹം ചത്തു കിടക്കുന്നതും, ആ സിംഹത്തിൻ്റെ ഘാതകനെ അന്വേഷിച്ച് പോയ ഭഗവാനും കൂട്ടരും ജാമ്പവാൻ എന്നുള്ള വാനരശ്രേഷ്ഠൻ്റെ ഗുഹയിലേക്കും എത്തിച്ചേർന്നു. ശശംസോ സത്രാജിത് ഗിരമനുജനാസ്ത്വാം മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണിക തതഃ സർവജ്ഞോപി സ്വജനസഹിതോ മാർഗണപര പ്രസേനം തം ദൃഷ്ട്വാ ഹരിമഭിഗതോ ഭൂകപിഗുഹം ഭവന്തമപി തർക്കയന്നതിവയാ സ്വയം ജാമ്പവാൻ മുകുന്ദശരണം ഹി മാം കൈഹരോദ്വമിത്യാലപൻ വിഭോ രഘുപതേ ഹരേ ജയ ജയേത്യലം മുഷ്ടിഭി
ചിരം തവ സമർച്ചനം വ്യതിതഭക്തചൂടാമണി ഭവന്തം അവിതർക്കയൻ അതിവയാഹ സ്വയം ജാംബവാൻ മുകുന്ദശരണം ഹി മാം കഹ ഇഹ രോദ്ധും ഇതി ആലപൻ വിഭോ രഘുപതേ ഹരേ ജയ ജയ ഇതി അലം മുഷ്ടിഭിഃ ചിരം തവ സമർച്ചനം വ്യഥിത ഭക്തചൂടാമണി ഭവന്തം അവിതർക്കയൻ. ഈ ജാംബവാൻ തൻ്റെ മുൻപിൽ വന്നു നിൽക്കുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ, മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രൻ തന്നെയാണ് എന്ന് അറിയാതെ അതിവയാഹ അതിവൃദ്ധനായിരിക്കുന്ന ഈ ജാംബവാൻ മുകുന്ദ ശരണം ഹി മാം കഹ ഇഹ രോദ്ധും ഇതി ആലപൻ ശ്രീരാമചന്ദ്രൻ ശരണമായിരിക്കുന്ന എന്നെ ഉപദ്രവിക്കാൻ എന്നോട് യുദ്ധം ചെയ്യാൻ ആരാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് എന്ന് ഇതി ആലപൻ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് വിഭോ രഘുപതേ ഹരേ ജയ ജയ ഇതി അല്ലയോ ശ്രീരാമചന്ദ്ര പ്രഭു അങ്ങ് ജയിച്ചാലും എന്ന് പറഞ്ഞതുകൊണ്ട് അലം മുഷ്ടിഭിഃ ചിരം തവ സമർച്ചനം വ്യതിത വളരെ നേരം തൻ്റെ മുഷ്ടികളെ ചുരുട്ടിക്കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ഇടിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള ജാംബവാൻ? ഭക്തചൂടാമണി, ശ്രീരാമചന്ദ്രൻ്റെ ഉത്തമ ഭക്തനായിരിക്കുന്ന ജാംബവാൻ ഭഗവാനെ ഇപ്രകാരം പൂജനം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെയധികം അനന്യമായ ഭക്തിയോടുകൂടിയാണ് ജാംബവാൻ ഈ ഒരു സമർപ്പണം നടത്തുന്നത്. ഭഗവാനെ എന്ത് സമർപ്പിച്ചാലും ഇഷ്ടം തന്നെയാണ്. ഗീതയിൽ പറയുന്നത് അതാണ്, യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ മദർപ്പണം. എന്ത് തന്നെ എനിക്ക് കൊണ്ട് സമർപ്പിച്ചാലും അതെല്ലാം എന്തു തന്നെ നമ്മൾ കർമ്മം അനുഷ്ഠിച്ചാലും അതെല്ലാം എന്നിൽ സമർപ്പിച്ചതായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ഭഗവാനിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. തന്നെയുമല്ല, ഭഗവാനെ ഏത് വസ്തുക്കൾ സമർപ്പിച്ചാലും അത് വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കും എന്നുകൂടി പറയുന്നുണ്ട്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയശ്ചതി തതഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രയതാത്മനഃ. ആരാണോ ഭക്തിയോടുകൂടി പത്രമോ പുഷ്പമോ ഫലമോ തോയമോ എന്തെങ്കിലും കൊണ്ടുവന്ന് എനിക്ക് സമർപ്പിക്കുന്നത്, അത് ഭക്തിയോട് കൂടിയാണ് സമർപ്പിക്കുന്നതെങ്കിൽ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചുകൊണ്ട് ആണ് ജാംബവാൻ പൂജിച്ചത്. പക്ഷേ അതിനിടയിൽ അദ്ദേഹം ഉരുവിടുന്ന ശബ്ദം ശ്രീരാമചന്ദ്രൻ്റേതായിരുന്നു. വളരെ ഭക്തിയോടുകൂടി തന്നെയാണ്. ആ ശ്രീരാമചന്ദ്രൻ ജയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാനെ അറിയാതെ ഇടിക്കുന്നത്. എന്തായാലും ഭഗവാനെ എല്ലാം സമഭാവനയോടുകൂടി ആ പൂജനവും സ്വീകരിക്കുന്നു എന്ന് വേണം നമുക്കിവിടെ മനസ്സിലാക്കാൻ. ഭവന്തമവി തർക്കയൻ അതിവയാ സ്വയം ജാംബവാൻ മുകുന്ദശരണം ഹി മാം കൈഹരോധുമിത്യാലപൻ വിഭോ രഘുപതേ ഹരേ ജയ ജയേത്യലം മുഷ്ടിഭി ചിരം തവ സമർച്ചനം വ്യതിത ഭക്തചൂടാമണി ബുദ്ധ്വാതേന ദത്താം നവരമണീം വരമണീം ച പരിഗൃഹ്ണൻ അനുഗൃഹ്ണൻ അമുമാഗാ സപദ് ച സത്രാജിതേ മണിം പ്രാദാ ബുദ്ധ്വാ അഥ തേന ദത്താം നവരമണീം വരമണീം ച പരിഗൃഹ്ണൻ അനുഗൃഹ്ണൻ അമും ആഗാഹ സപദ് ച സത്രാജിതേ മണിം പ്രാദാ ബുദ്ധ്വാ അഥ തേന ദത്താം നവരമണീം. ജാംബവാൻ ഭഗവാനോട് യുദ്ധം ചെയ്ത്, ഭാഗവതം പറയുന്നത് തൃണവരാത്രം എന്നാണ്, 9-27 ദിവസം എന്നാണ് പറയുന്നത്. ആ 27 ദിവസം തുടർച്ചയായിട്ടൊന്ന് യുദ്ധം ചെയ്തതിന് ശേഷമാണ് ആ 27 ദിവസവും ശ്രീകൃഷ്ണ ഭഗവാൻ ജാംബവാൻ്റെ ഈ പൂജനം സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ഇടി കൊടുത്തപ്പോഴാണ് ജാംബവാന് ബോധമുണ്ടായത്. ഇത്രയേറെ ശക്തിയായിട്ട് എന്നെ ഇടിക്കാൻ കഴിവുള്ള ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ തന്നെയാണ്. ആ ഇടി കിട്ടിയപ്പോൾ ജാംബവാന് ബോധമുണ്ടായി. ഒന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ശ്രീരാമചന്ദ്രൻ്റെ തന്നെ മറ്റൊരു അവതാരമാണ് എന്ന്. അപ്പോൾ തനിക്ക് പറ്റിയ ആ തെറ്റിന്
ഒരു പ്രായശ്ചിത്തമായിട്ട് തൻ്റെ മകളായ ജാമ്പവതിയെയും കൂടെ ഈ സ്യമന്തകം എന്ന രത്നത്തെയും ഭഗവാനായി സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. അതാണ് നവരമണിയും, ജാമ്പവതിയാണ് നവരമണിയും എന്ന് പറഞ്ഞത്. വരമണിയും എന്ന് പറഞ്ഞത് സ്യമന്തകമാണ്. അതെല്ലാം പരിഗ്രഹണൻ, അതെല്ലാം സ്വീകരിച്ചു ഭഗവാൻ. എന്നിട്ട് അനുഗ്രഹണൻ അമും, ആ ജാമ്പവാനെ ഭഗവാൻ അനുഗ്രഹിച്ചു. എന്നിട്ട് തിരികെ ദ്വാരകയിലേക്ക് എത്തി. സപതി സത്രാജിതേ മണിം പ്രാദാഹ, എന്നിട്ട് ഈ സ്യമന്തക രത്നം കൊണ്ടുപോയി സത്രാജിത്തിന് കൊടുത്തു. ഇത് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ എല്ലാ കാലവും ജനങ്ങൾ ഈ സ്യമന്തകത്തിൻ്റെ മോഷ്ടാവ് ശ്രീകൃഷ്ണനാണ് എന്ന് പറഞ്ഞ് പരത്തും. അപ്പം അതിനൊരു തടയിടുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം ഭഗവാൻ ആ സ്യമന്തകരത്നം കൊണ്ടുപോയി സത്രാജിത്തിന് കൊടുക്കുന്നത്. ബുദ്ധ്വാദതേരദത്താം നവരമണീം വരമണീം ച പരിഗൃഹ്ണൻ അനുഗൃഹ്ണൻ നമുമാകാ സപതി ച സത്രാജിതേ മണിം പ്രാദാ. തദനു സകലു വ്രീളാലോലോ വിലോല വിലോചനം ദുഹിതരമുഹോ ധീമാൻ ഭാമാം ഗിരൈവ പരാർപ്പിതാം അതിതമണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാനഭി പ്രമുദിതമനാസ്തസ്യൈവാദാത്മണിം ഗഹനാശയാ. തദനു സ ഖലു വ്രീളാലോലഃ വിലോല വിലോചനാം ദുഹിതരം അഹോ ധീമാൻ ഭാമാം ഗിരാ ഏവ പര അർപ്പിതാം അതിതമണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാൻ അപി പ്രമുദിതമനാഃ തസ്യൈവ അദാത് മണിം ഗഹനാശയഃ. തദനു അനന്തരം സഹ ഖലു വ്രീളാലോലഃ, സത്രാജിത്തിന് എന്തെന്നില്ലാത്ത ലജ്ജയുണ്ടായി. ഭഗവാൻ ഒരിക്കൽ തന്നോട് ആവശ്യപ്പെട്ട ആ സ്യമന്തകമണിയെ നൽകാഞ്ഞതിനാലാണ് ഇപ്രകാരമെല്ലാം ഞാൻ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ള വിഷമതയോടുകൂടി, ലജ്ജയാൽ കുനിഞ്ഞ മുഖത്തോടുകൂടി ഭഗവാനെ അഭിമുഖീകരിക്കേണ്ടി വന്നു. എന്നിട്ട് വിലോല വിലോചനാം ദുഹിതരം, സുന്ദരിയായ തൻ്റെ മകൾ ഭാമാം സത്യഭാമയെ ധീമാൻ വളരെ ബുദ്ധിമാനായിരിക്കുന്ന സത്രാജിത്ത് ഗിരാ ഏവ പരാർപ്പിതാം, വാക്കുകൊണ്ട് മാത്രം മറ്റൊരാൾക്ക് ശതധന്വാവിനെ വിവാഹം ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞിരുന്ന ഈ സത്യഭാമയെ അതിതമണിനാ തുഭ്യം, മണിയോട് ചേർത്ത് സ്യമന്തകമണിയും സത്യഭാമയെയും കൂടി ശ്രീകൃഷ്ണ ഭഗവാനെ സമർപ്പിച്ചു. ലഭ്യം സമേത്യ ഭവാനഭി പ്രമുദിതമനാഹ, ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്രകാരമുള്ള സത്രാജിത്തിൻ്റെ സമർപ്പണത്തിൽ വളരെ സന്തോഷനായി എങ്കിലും തസ്യ ഏവ അദാത് മണിം, തിരികെ സ്യമന്തകരത്നത്തെ സത്രാജിത്തിന് തന്നെ കൊടുത്തു. ഗഹനാശയ, ഭഗവാന്റെ ഓരോ പ്രവൃത്തിയിലും എന്തെല്ലാമാണ് ഭഗവാൻ കണക്കുകൂട്ടിയിരിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. അത്ര അവ്യക്തമായ ആശയങ്ങളോടുകൂടിയിരിക്കുന്ന ആ ഭഗവാൻ ഇപ്രകാരം സ്യമന്തകരത്നം തിരികെ സത്രാജിത്തിന് തന്നെ കൊടുത്തു. ഇതിൽ എന്തെല്ലാം നമുക്ക് ഊഹിക്കാമോ അതെല്ലാം ഇവിടെ പറയാവുന്നതാണ്. ഒരുപക്ഷേ സത്രാജിത്തിന് ആകെ മകൾ മാത്രമേ ഉള്ളൂ, മകനില്ല. അപ്പോൾ സത്രാജിത്തിൻ്റെ മകളുടെ ഭർത്താവായ ശ്രീകൃഷ്ണ ഭഗവാന് ഈ സ്യമന്തകമണി സത്രാജിത്തിൻ്റെ കയ്യിൽ ഇരുന്നാലും അതിൻ്റെ ഫലഭോക്താവ് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയല്ലേ, അതുകൊണ്ട് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞതായിരിക്കാം. അല്ലെങ്കിൽ ഈ സ്യമന്തകരത്നം മൂലം ഞാൻ ധാരാളം അപവാദങ്ങൾ കേൾക്കാൻ ഇടയായതുകൊണ്ട് ഇത് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞായിരിക്കാം ഭഗവാൻ തിരിച്ചു കൊടുത്തത്. പക്ഷേ ഇതൊന്നും ആയിരിക്കില്ല, ഒരുപക്ഷെ ഇനിയും ഈ സ്യമന്തകരത്നം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കാരണമായിട്ട് മറ്റെന്തെങ്കിലും ലീലകൾ കൂടി ഭഗവാൻ മനസ്സിൽ കരുതിയിട്ടുണ്ടാവാം എന്നിങ്ങനെയെല്ലാം ഉള്ള ചിന്തകളാണ് ഇവിടെ മേൽപ്പത്തൂരിനെ കൊണ്ട് ഗഹനാശയ എന്ന പദം ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചത്. എന്തായാലും വാക്കുകൊണ്ട് ശബ്ദധന്വാവിനായി ദാനം നൽകപ്പെട്ട സത്യഭാമയെ
ശ്രീകൃഷ്ണ ഭഗവാനായിക്കൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുകയും കൂടെ സ്യമന്തകരത്നവും സത്രാജിത്ത് ഭഗവാനായി സമർപ്പിച്ചപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ സത്യഭാമയെ മാത്രം സ്വീകരിച്ചുകൊണ്ട് സ്യമന്തകത്തെ തിരികെ സത്രാജിത്തിന് നൽകി. ആ സ്യമന്തകമണിയെ സംബന്ധിക്കുന്ന ലീലകൾ ഇനി എന്തെല്ലാമാണോ എന്നതിനെ ഒന്നും വെളിവാക്കാതെ ഭഗവാൻ ആ സ്യമന്തകം തിരികെ സത്രാജിത്തിന് കൊടുത്തു എന്നും പറയും. തദനു സകല വ്രീളാലോലോ വിലോല വിലോചനാം ദുഹിതരമഹോ ധീമാൻ ഭാമാം ഗിരൈവ പരാർപ്പിതം അതിതമണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാനഭി പ്രമുദിതമനാസ്തസ്യൈവാദാത്മണിം ഗഹനാശയാ വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയദാഹ കഥയാഥ കുരുൻ പ്രയാദേ ഹീകാന്തിനേയ കൃതവർമ്മഗിരാ നിപാത്യ സത്രാജിതം ശതധനുർമണിമാജഹാര വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയദാഹ കഥയാ അഥ കുരുൻ പ്രയാദേ ഹി ഗാന്ധിനേയ കൃതവർമ്മഗിരാ നിപാത്യ സത്രാജിതം ശതധനുഃ മണിം ആജഹാര വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം. ഭഗവാൻ ലജ്ജാശീലയായിരിക്കുന്ന സത്യഭാമയെ യഥാവിധി രമിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ആ സമയത്ത് കൗന്ദേയദാഹ കഥയാ കുന്തിപുത്രന്മാരെ പഞ്ചപാണ്ഡവന്മാർ അരക്കിലത്തിൽ വെന്തു മരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അഥ കുരുൻ പ്രയാദേ ഭഗവാൻ കുരുക്ഷേത്രത്തിലേക്ക് പോയി. ആ സമയത്ത് ഹി ഗാന്ധിനേയ കൃതവർമ്മഗിര നിപാത്യ സത്രാജിതം കഷ്ടം ആ ഗാന്ധിനേയൻ ആ അക്രൂരൻ്റെയും കൃതവർമാവിൻ്റെയും ഒക്കെ വാക്ക് കേട്ടിട്ട് സത്രാജിതം നിപാത്യ സത്രാജിത്തിനെ വധിച്ചിട്ട് ശതധനുഃ മണിം ആജഹാര ഈ ശതധന്വാവ് സ്യമന്തകത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയി അല്ലെങ്കിൽ തട്ടിയെടുത്തുകൊണ്ടുപോയി. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛൻ പെങ്ങളായ കുന്തിദേവിയുടെ പുത്രന്മാരായ പഞ്ചപാണ്ഡവന്മാർ ദുര്യോധനനും ദുശാസനനും ഒക്കെ മൂലമുള്ള പീഡകളിൽ അരക്കിലത്തിൽ വെച്ച് വെന്തു മരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഹസ്തിനപുരത്തിലേക്ക് പോയി. ആ സമയം നോക്കി ഭക്തോത്തമനായിരുന്ന അക്രൂരൻ്റെയും കൃതവർമാവിൻ്റെയും വാക്ക് കേട്ടിട്ട് ശതധന്വാവ് സത്രാജിത്തിനെ വധിച്ച് സ്യമന്തകരത്നം അപഹരിച്ചു കൊണ്ടുപോയി. ഇവിടെ കൃതവർമാവും അക്രൂരനും ശതധന്വാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ സ്യമന്തകമണി ശ്രീകൃഷ്ണ ഭഗവാൻ സത്രാജിത്ത് കൊടുത്തത് ശരിയായില്ല, അതുകൊണ്ട് നിനക്ക് അർഹതയുണ്ടായിരുന്ന ആ സ്യമന്തക രത്നത്തെ സത്രാജിത്തിൻ്റെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കണം എന്ന് പ്രേരിപ്പിച്ച് ശതധന്വാവ് അവസാനം അതിനായിട്ട് ഒരുമ്പെട്ട് ചെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ സ്ഥലത്തില്ലാത്ത സമയം നോക്കി സത്രാജിത്തിനെ വധിച്ച് സ്യമന്തകരത്നം അപഹരിച്ചു കൊണ്ട് പോന്നു എന്നാണ് പറയുന്നത്. ഒരുപക്ഷേ ഭഗവാൻ സത്യഭാമയെ സ്വീകരിച്ചുകൊണ്ട് സ്യമന്തകം തിരികെ സത്രാജിത്തിന് നൽകിയപ്പോൾ അവിടെയും ഈ പ്രകാരം ഭഗവാന്റെ ഗൂഢമായ ഒരു ലീല മേൽപ്പത്തൂർ സൂചിപ്പിച്ചിരുന്നു. ഗഹനാശയ എന്ന പദം കൊണ്ട് അവിടെ സൂചിപ്പിച്ചതും ഇതുതന്നെയായിരുന്നു. കാരണം ഈ സ്യമന്തകരത്നം ഒരു തവണ ശ്രീകൃഷ്ണ ഭഗവാൻ സത്രാജിത്തിനോട് യാചിച്ചതാണ്. ഭഗവാനാണ് എന്ന് മനസ്സിലായാൽ യാചിക്കാതെ തന്നെ സമർപ്പിക്കേണ്ടതായ സത്രാജിത്ത് യാചനയ്ക്കും വില നൽകാതെ ഭഗവാന്റെ യാചനയെ തിരസ്കരിക്കുക കൂടി ചെയ്തപ്പോൾ ഒരുപക്ഷെ അതിന് പ്രായശ്ചിത്തം ചെയ്തതും മതിയാവാഞ്ഞിട്ട് തൻ്റെ ജീവനെ തന്നെയും നൽകേണ്ടതായ ഒരു കടം
ബാക്കി വെച്ചത് കൊണ്ടായിരിക്കാം ഭഗവാൻ ആ സ്യമന്തകമണി തിരികെ സത്രാജിത്തിന് നൽകിയത്. ഇപ്പോൾ ആ സ്യമന്തകമണി കാരണം അതിൽ ദൃഷ്ടി പതിപ്പിച്ച ശബ്ദധന്വാവ് ആ സ്യമന്തകം കൈക്കലാക്കുന്നതിന് വേണ്ടി സത്രാജിത്തിനെയും വധിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് പറയുമ്പോഴാണ് ഒരു പക്ഷിയുടെ കഥ ഓർമ്മ വരുന്നത്. ആ പക്ഷി അല്പം മാംസകഷ്ണം കിട്ടിയത് തൻ്റെ കൈവിരലുകളിൽ അടക്കി പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് കഴുകൻ വന്ന് ആ മാംസകഷ്ണത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് റാഞ്ചിയപ്പോൾ ആ മാംസകഷ്ണവും ആ പക്ഷിയുടെ കയ്യിലുള്ള മാംസവും ചേർത്താണ് കഴുകൻ റാഞ്ചിക്കൊണ്ടുപോയത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇത്രയും ശ്രേഷ്ഠമായിരിക്കുന്ന സ്യമന്തകമണി ദിവസവും 8 ഭാരം സ്വർണം നൽകാൻ കഴിവുള്ള ഈ ശ്രേഷ്ഠമായ രത്നം അത് ഭഗവാന് സമർപ്പിച്ചിരുന്നുവെങ്കിൽ ഭഗവാൻ എന്തെല്ലാം തന്നെ പ്രതിഫലമായി നൽകുമായിരുന്നില്ല എന്നത് മുൻപുള്ള ലീലകളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഫലവിക്രയിണി വരുന്നത് നമ്മൾ കണ്ടു. ധാന്യങ്ങൾ വിൽക്കുന്ന, ഫലങ്ങൾ വിൽക്കുന്ന ഒരു അമ്മ. ആ അമ്മയെ എല്ലാ ഫലങ്ങളും ശ്രീകൃഷ്ണ ഭഗവാനെ കൊണ്ട് സമർപ്പിച്ചപ്പോൾ ഭഗവാൻ ഏത് പ്രകാരത്തിലാണ് ആ അമ്മയെ അനുഗ്രഹിച്ചത് എന്ന് ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നു. ആ അമ്മ ഏത് കുട്ടയിലാണോ ഫലങ്ങൾ കൊണ്ടുവന്നത് ആ കൊട്ട നിറയെ ഭഗവാൻ രത്നങ്ങൾ കൊണ്ട് നിറച്ചു എന്നാണ് പറയുന്നത്. അതാണ് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. മനസ്സറിഞ്ഞ് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഭക്തന് എന്തും നൽകും. എന്നാൽ ഭഗവാൻ യാചിച്ചതിനെയും തിരസ്കരിച്ച സത്രാജിത്തിന് ഇവിടെ കിട്ടിയ പാഠം തൻ്റെ ജീവനെ തന്നെ നൽകുക എന്നതായി ഭവിച്ചു. വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയദാഹ കഥയാഥ കുരുൻ പ്രയാദേ ഹി ഗാന്ധിനേയ കൃതവർമ്മഗിരാ നിപാത്യ സത്രാജിതം ശതധനുർമണിമാജഹാര ശോകാത് കുരൂനുപഗതാമവലോക്യ കാന്താം ഹത്വാ ദ്രുതം ശതധനും സമഹർഷയസ്താം രത്നേ സശങ്ക ഇവ മൈഥിലഗേഹമേത്യ രാമോ ഗദാം സമശിഷിക്ഷദാർത്തരാഷ്ട്രം ശോകാത് കുരൂൻ ഉപഗതാം അവലോക്യ കാന്താം ഹത്വാ ദ്രുതം ശതധനും സമഹർഷയഃ താം രത്നേ സശങ്ക ഇവ മൈഥില ഗേഹമേത്യ രാമഃ ഗദാം സമശിഷിക്ഷത ധാർത്തരാഷ്ട്രം ശോകാത് കുരൂൻ ഉപഗതാം അവലോക്യ കാന്താം. സത്രാജിത്ത് വധിക്കപ്പെട്ടപ്പോൾ സത്യഭാമ ദുഃഖം മൂലം ഹസ്തിനപുരത്തിലേക്ക് എത്തി ശ്രീകൃഷ്ണ ഭഗവാനോട് കാര്യം ധരിപ്പിച്ചു. അത് കണ്ടപ്പോൾ ഹത്വാ ദ്രുതം ശതധനും തിരികെ ചെന്ന് ശതധന്വാവിനെ ഭഗവാൻ വധിച്ചു. സമഹർഷയഃ താം സത്യഭാമയെ സന്തോഷിപ്പിച്ചു. രത്ന സശങ്ക ഇവ മൈഥിലഗേഹമേത്യ രത്നത്തിൽ ശങ്കയുള്ളവനായിത്തീരുന്നു ആര്? രാമഃ ബലരാമൻ. മൈഥിലഗേഹമേത്യ തൻ്റെ സുഹൃത്തായ മിഥില രാജാവിനെ കാണാൻ എന്ന വ്യാജേന ബലരാമൻ തൽക്കാലം ദ്വാരകയിൽ നിന്ന് മാറി നിന്നു. ആ സമയത്ത് ഗദാം സമശിഷിക്ഷത ധാർത്തരാഷ്ട്രം ധൃതരാഷ്ട്രപുത്രനായ ദുര്യോധനനെ ഈ സമയത്ത് ബലരാമൻ ഗദായുധം പഠിപ്പിച്ചു. സത്യഭാമ സത്രാജിത്തിന് മരണവാർത്ത ഹസ്തിനപുരത്തിലെത്തി ശ്രീകൃഷ്ണ ഭഗവാനെ ധരിപ്പിച്ചപ്പോൾ ശതധന്വാവിന് മനസ്സിലായി ഇനി ശ്രീകൃഷ്ണ ഭഗവാൻ വന്നു കഴിഞ്ഞാൽ തനിക്ക് രക്ഷയില്ല, തന്നെ വധിക്കും എന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം ഒരു 100 വാര ഓടാൻ പ്രാപ്തിയുള്ള 100 യോജന ഓടാൻ പ്രാപ്തിയുള്ള ഒരു കുതിരയുടെ പുറത്ത് കയറി ഓടി. അത് 100 യോജന ഓടിക്കഴിഞ്ഞപ്പോൾ
അത് അവിടെ വീണ് ചത്തുപോയി. അത് കഴിഞ്ഞ് ഇറങ്ങി ഓടിയ ഈ ശതധന്വാവിനെ ഭഗവാൻ പിന്തുടർന്ന് സുദർശന ചക്രം കൊണ്ട് വധിച്ചു. അതിനു മുൻപായിട്ട് ശതധന്വാവ് ഈ അക്രൂരനോടും കൃതവർമാവിനോടും സഹായം അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ ഭക്തോത്തമനായ അക്രൂരൻ കൂടെ കൃതവർമാവും ഒക്കെ ശതധന്വാവിൻ്റെ അപേക്ഷയെ തിരസ്കരിച്ചു. അവർ പറഞ്ഞു, ഭഗവാന്മാരായിരിക്കുന്ന രാമകൃഷ്ണന്മാരെ ഞങ്ങൾ എങ്ങനെയാണ് വിരോധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൈയൊഴിഞ്ഞു. നിവൃത്തിയില്ലാതെയാണ് ശതധന്വാവ് ആ 100 യോജന ഓടാൻ ശക്തിയുള്ള കുതിരയുടെ പുറത്ത് കയറി പോയത്. പക്ഷേ ഭഗവാൻ പിന്തുടർന്ന് ചെന്ന് വധിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ശതധന്വാവിൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഈ സ്യമന്തകരത്നം ഉണ്ടോ എന്നറിയാനായിട്ട് ആ വസ്ത്രമെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ട് ബലരാമനോട് പറഞ്ഞു, ഈ സ്യമന്തകം ചിലപ്പോൾ അയാൾ ആരുടെയെങ്കിലും കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് കാണും, എന്തായാലും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ബലരാമദേവന് ഇതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ സ്യമന്തകരത്നത്തെക്കുറിച്ചുള്ള ധാരാളം കഥകൾ ബലരാമനും ശ്രീകൃഷ്ണനെ പറ്റിയെല്ലാം കേട്ട് കഴിഞ്ഞു. ഇനിയും അത് എവിടെ വെച്ചിരിക്കുന്നു എന്ന് കൃഷ്ണൻ അറിയാം, പക്ഷെ തന്നോട് പറയുന്നില്ല എന്ന ഒരു പരിഭവത്തോടു കൂടി തൽക്കാലം ദ്വാരകയിൽ നിന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടിയായിട്ട് ബലഭദ്രര് മിഥില രാജധാനിയിലേക്ക് പോയി തൻ്റെ കൂട്ടുകാരനോടൊപ്പം അവിടെ തങ്ങി. ആ സമയത്താണ് ദുര്യോധനൻ അവിടെ ചെന്ന് ഗദായുധം പഠിക്കുന്നതിനായിട്ട് ബലരാമനെ സമീപിച്ചതും അപ്രകാരം ഗദായുധം പഠിപ്പിച്ചതും എല്ലാം. ശോകാത് കുരൂനുപകഥാമവലോക്യ കാന്താം ഹത്വാദ്രുതം ശതധനും സമഹർഷയസ്താം രത്നേ സശങ്ക ഇവ മൈഥിലഗേഹമേത്യ രാമോ ഗദാം സമശിശിക്ഷതദാർത്തരാഷ്ട്രം അക്രൂര ഏഷ ഭഗവൻ ഭവദിച്ഛയൈവ സത്രാജിത കുചരിതസ്യ ഇയോജഹിംസാം അക്രൂരദോ മണിമനാഹൃതവാൻ പുനസ്ത്വം തസ്യൈവ ഭൂതിമുപദാതുമിതി ബ്രുവന്തി. അക്രൂര ഏഷ ഭഗവൻ ഭവദ് ഇച്ഛയാ ഏവ സത്രാജിതഃ കുചരിതസ്യ ഇയോജഹിംസാം അക്രൂരതഃ മണിം അനാഹൃതവാൻ പുനഃ ത്വം തസ്യ ഏവ ഭൂതിം ഉപദാതും ഇതി ബ്രുവന്തി. അക്രൂര ഏഷ ഭഗവൻ ഭവദിച്ഛയാ ഏവ. ഈ ഭക്തോത്തമനായ അക്രൂരനാവട്ടെ, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഇച്ഛയനുസരിച്ച് തന്നെയല്ലേ സത്രാജിതഃ കുചരിതസ്യ യോജഹിംസാം, ആ ദുഷ്ചരിത്രം ഉള്ളവനായ സത്രാജിത്തിനെ മൃത്യുവിനോട് യോജിപ്പിച്ചത് അങ്ങയുടെ ഇച്ഛ അനുസരിച്ച് തന്നെയല്ലേ. അക്രൂരതഃ മണിം അനാഹൃതവാൻ പുനഃ ത്വം. എന്നാലോ ഈ സത്രാജിത്തിനെ വധിച്ചതിന് ശേഷമാണെങ്കിലും ആ മണി അക്രൂരിൻ്റെ കയ്യിലുണ്ടെന്ന് ഭഗവാൻ അറിയാം. പക്ഷേ അനാഹൃതവാൻ മണിം, ആ മണിയെ തിരികെ ഭഗവാൻ അക്രൂരിൽ നിന്ന് എടുത്തില്ല. എന്തുകൊണ്ടായിരിക്കാം? തസ്യ ഏവഭൂതിം ഉപദാതും ഇത് ബ്രുവന്തി. അയാൾക്ക് തന്നെ, ഭക്തോത്തമനായ അക്രൂര് തന്നെ അയാളുടെ ഐശ്വര്യം വർദ്ധിക്കട്ടെ എന്ന് കരുതിയിട്ട് ഭഗവാൻ അയാളുടെ പക്കൽ തന്നെ അത് ഇരുന്നോട്ടെ എന്ന് കരുതിയതാണ് എന്ന് അറിവുള്ളവർ പറയുന്നു എന്നാണ് ഇത് ബ്രുവന്തി എന്ന് പറഞ്ഞത്. അപ്പോൾ ഭക്തോത്തമനായ ഈ അക്രൂരനെ കൊണ്ട് തന്നെ കുചരിതനായിരുന്ന സത്രാജിത്തിനെ മരണത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി അങ്ങയുടെ ഇച്ഛയനുസരിച്ച് തന്നെയല്ലേ ആ ശതധന്വാവിനെ കൊണ്ട് സത്രാജിത്തിൻ്റെ കയ്യിലിരുന്ന സ്യമന്തകത്തെ അപഹരിക്കുവാനായിട്ട് ഉപദേശിച്ചത്. എന്നാലോ ഈ സത്രാജിത്തിനെ വധിച്ചതിന് ശേഷം ആ മണി അക്രൂരിൽ നിന്ന് തിരികെ ഭഗവാൻ എടുത്തതുമില്ല. ഒരുപക്ഷെ അക്രൂരൻ്റെ ഐശ്വര്യത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനായിട്ട് ഭഗവാൻ ഇച്ഛിച്ചത് കൊണ്ട് തന്നെ ആയിരിക്കും എന്നാണ് അറിവുള്ളവർ പറയുന്നത് എന്നും എല്ലാം ഈ ശ്ലോകത്തിൽ പറയുന്നു. അക്രൂര ഏഷ ഭഗവൻ ഭവദിച്ഛയൈവ സത്രാജിത കുചരിതസ്യ യോജഹിംസാം
അക്രൂരതോ മണിമനാഹൃതവാൻ പുനസ്ത്വം തസ്യൈവ ഭൂതിമുപധാതുമിതി ബ്രുവന്തി ഭക്തസ്ത്വയി സ്ഥിരതരഃ സഹി ഗാന്ധിനേയ തസ്യൈവ കാപദമതി കഥമീശ ജാത വിജ്ഞാനവാൻ പ്രശമവാനഹമിത്യുദീർണം ഗർവം ധ്രുവം ശമയിതും ഭവതാ കൃതൈവ ഭക്തഃ ത്വയി സ്ഥിരതരഃ സഹ ഹി ഗാന്ധിനേയ തസ്യൈവ കാപദമതി കഥം ഈശജാത വിജ്ഞാനവാൻ പ്രശമവാൻ അഹം ഇതി ഉദീർണം ഗർവം ധ്രുവം ശമയിതും ഭവതാ കൃത ഏവ ഭക്തഃ ത്വയി സ്ഥിരതരഃ സഹി ഗാന്ധിനേയഃ. ഭഗവാന്റെ ഉത്തമ ഭക്തനായിരുന്നു ഈ അക്രൂരൻ. പക്ഷേ തസ്യ ഏവ കാപദമതിഹി കഥം ഈശ ജാത, അയാൾക്ക് എങ്ങനെയാണ് ഈ ദുർബുദ്ധി തോന്നിയത്? വിജ്ഞാനവാൻ പ്രശമവാൻ അഹം ഇതി ഉദീർണം, ഞാൻ തികഞ്ഞ അറിവുള്ളവനാണെന്നും പ്രശമവാൻ പ്രകർഷേണ ശമദമാദി ഗുണങ്ങൾ ഉള്ളവൻ ആണെന്നും ഒക്കെയുള്ള ഇതി ഉദീർണം ഇപ്രകാരമുള്ള ആ അഹങ്കാരത്തെ, ആ ഗർവം ശമയിതും ഭവതാ കൃത ഏവ ധ്രുവം, ആ ഗർവത്തെ ശമിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങയാൽ തന്നെ ചെയ്യപ്പെട്ടതാണ് ഇത് എന്ന് എനിക്ക് ഉറപ്പാണ് എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. ഭക്തോത്തമനായിരിക്കുന്ന ഈ അക്രൂരൻ എങ്ങനെയാണ് ഇപ്രകാരം ഉള്ള ഒരു ദുഷ്പ്രവൃത്തി ചെയ്തത് എന്ന് ആലോചിച്ചാൽ, ആ അക്രൂരനെ സദാസമയവും ഞാൻ ഭഗവാന്റെ ഉത്തമ ഭക്തനാണ്, അല്ലെങ്കിൽ മനസ്സിന് പക്വത നേടിയ ആളാണ് ഞാൻ എന്നെല്ലാം ഉള്ള ഒരു അഹങ്കാരം ഈ അക്രൂരനിലുണ്ടായിരുന്നു. ഭഗവാനെ തൻ്റെ ഏതൊരു ഭക്തനെയും തന്നിലേക്ക് അടുപ്പിക്കുന്നതിന് മുൻപായിട്ട് അവരുടെ ഉള്ളിലുള്ള മനോമാലിന്യങ്ങളെയൊക്കെ നീക്കം ചെയ്തതിന് ശേഷമേ ഭഗവാൻ അവരെ തന്നിലേക്ക് ചേർക്കുകയുള്ളൂ. ഇവിടെ ഭഗവാൻ തൻ്റെ ഭക്തൻ്റെ ഹൃദയത്തിൽ നിന്നും ഈ മനോമാലിന്യത്തിൽ നീക്കം ചെയ്യുകയാണ്. ഞാൻ എന്നും എൻ്റെ എന്നുമുള്ള ആ അഹംഭാവത്തെ, എൻ്റെ അറിവ് എന്നുള്ള അഹംഭാവത്തെ തീർത്തുകൊണ്ടാണ് ഭഗവാൻ അക്രൂരനെ തന്നിലേക്ക് ചേർക്കുന്നത് എന്ന്. ഭക്തസ്ത്വയി സ്ഥിരതരഃ സഹി ഗാന്ധിനേയ തസ്യൈവ കാപദമതി കഥമീശ ജാത വിജ്ഞാനവാൻ പ്രശമവാനഹമിത്യുദീർണം ഗർവം ധ്രുവം ശമയിതും ഭവതാ കൃതൈവ യാദംബയേന കൃതവർമ്മയുധം പുനസ്തം ആഹൂയ തത് വിനിഹിതം ച മണിം പ്രകാശ്യ തത്രൈവ സുവ്രതധരേ വിനിധായ തുഷ്യൻ ഭാമാകുജാന്തശയന പവനേശപായ യാദംഭയേന കൃതവർമ്മയുധം പുനഃ തം ആഹൂയ തത് വിനിഹിതം ച മണിം പ്രകാശ്യ തത്ര ഏവ സുവ്രതധരേ വിനിധായ തുഷ്യൻ ഭാമാകുജാന്തശയന പവനേശപായ യാദംബയേന കൃതവർമ്മയുധം പുനഃ തം. ഇപ്രകാരം ശതധന്വാവ് വധിക്കപ്പെട്ടപ്പോൾ അവശേഷിക്കുന്നത് കൃതവർമാവും അക്രൂരനുമാണ്. അപ്പോൾ അക്രൂരനും മനസ്സിലൊരു ഭയമുണ്ടായിരുന്നത് കൊണ്ട് കൃതവർമാവിനോടൊപ്പം ഈ അക്രൂരനും ഓടിപ്പോയിരുന്നു. ഭഗവാനിൽ അകന്നു നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു. ആ അക്രൂരനെ തിരികെ വിളിച്ചു ഭഗവാൻ. ആഹൂയ തത് വിനിഹിതം ച മണിം പ്രകാശ്യ, അയാളെ തിരികെ വിളിപ്പിച്ചിട്ട് അയാളുടെ കയ്യിൽ ശതധന്വാവ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന സ്യമന്തകത്തെയും എല്ലാവർക്കുമായി കാണിച്ചു കൊടുത്തു. തത്ര ഏവ സുവ്രതധരേ വിനിധായ തുഷ്യൻ, തിരികെ ഈ സ്യമന്തകരത്നത്തെ അക്രൂരിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു. എന്തുകൊണ്ടാണെന്നാൽ മുൻപ് ചില മാലിന്യങ്ങൾ അക്രൂരിൻ്റെ മനസ്സിലുണ്ടായിരുന്നതിനെ ഇപ്പോൾ ഭഗവാൻ മാറ്റിയെടുത്ത് അത് വളരെ പരിശുദ്ധമായിരിക്കുന്നു. ഇനിയിപ്പോൾ അയാൾക്ക് സ്യമന്തകരത്നം സൂക്ഷിക്കാനുള്ള അധികാരം കൈവന്നതുകൊണ്ട്
അദ്ദേഹത്തെ തന്നെ ഈ സ്യമന്തകമണി തിരികെ ഏൽപ്പിച്ചു. അപ്രകാരം സന്തുഷ്ടനായി തിരികെ വന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ഭാമാകുജാന്ത ശയനഃ, സത്യഭാമയുടെ തിരുമാറിൽ ശയിക്കുന്നവനായ അല്ലയോ ഗുരുവായൂരപ്പ പായാഹ, രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകവും മേൽപ്പത്തൂർ ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു. ശതധന്വാവ് കൊല്ലപ്പെട്ടപ്പോൾ ഭയന്ന് പേടിച്ചോടിയ അക്രൂരനും കൃതവർമാവും ഭഗവാന്റെ തന്നെ ആജ്ഞയനുസരിച്ച് തിരികെ ദ്വാരകയിലേക്ക് എത്തിച്ചേർന്ന അക്രൂരൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സ്യമന്തകരത്നത്തെ എല്ലാവരെയും കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അക്രൂരൻ എല്ലാവരെയും സ്യമന്തകരത്നം കാണിച്ചു കൊടുത്തു. ഇപ്പോൾ ഭഗവാൻ ആ സ്യമന്തകരത്നം തിരികെ അക്രൂരനെ തന്നെ ഏൽപ്പിച്ചു. അതിനുശേഷം സന്തുഷ്ടനായി ദ്വാരകയിലേക്ക് മടങ്ങിയ ശ്രീകൃഷ്ണ ഭഗവാൻ ഭാമാദേവിയുടെ മാറിൽ വിരാജിക്കുന്നവനായ അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് എൻ്റെ രോഗങ്ങളെ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേൽപ്പത്തൂരും ഈ ദശകം ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു. യാദം ഭയേന കൃതവർമ്മയുധം പുനസ്തം ആഹൂയ തദ്വിനിഹിതം ച മണിം പ്രകാശ്യ തത്രൈവ സുവ്രതധരേ വിനിധായ തുഷ്യൻ ഭാമാകുജാന്തശയന പവനേശപായ.